കൂടുതൽ മനസ്സിലാക്കി തരാനുള്ള നേരം എനിക്കില്ല. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഇവൾക്ക് ഇവളുടെ ഷെയർ കൊടുക്കണം. ഇവൾക്ക് അതൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വീട് പണി പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ. എനിക്കത് മതി. രാജു ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവന്റെ മനസ്സില് തീ കൊളുത്താൻ എന്താ ഒരു വഴി? ആ, അതാണ് കറക്റ്റ് വഴി. ആ വഴി എരികേറ്റാം. ഇതാരാണ് മേനക്കെടുത്ത പോലെ കോളുമായിരിക്കും. അംബിക മേഡാണല്ലോ. മേഡം, നീ എവിടെയാ ജയ? നമ്മളെയൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പം മേഡത്തിന് മനസ്സ് വിചാരിച്ചേ ഉള്ളൂ. അല്ല, ഇപ്പൊ എന്താ പരിപാടി? ഏതെങ്കിലും മന്ത്രിയുടെ പി ആണോ? എരുമ വിശ്വംബരം പിയാൻ വിളിച്ചതാ. ഞാൻ പോയൊന്നുമില്ല. അങ്ങേരൊരു ബടക്ക. മേഡം ഒന്ന് കാലുമാറി കേന്ദ്രമന്ത്രിയാക്. ഞാൻ വരാം പി ആയിട്ട്. ഡൽഹി നമുക്ക് അമ്പലക്കുളമാക്കി മാറ്റാം. അതൊക്കെ വരട്ടെ ജയ. ഞാനിപ്പോ വിളിച്ചതേ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. അപ്പൊ എനിക്ക് സന്തോഷിക്കൊന്നുമില്ലേ? നിനക്ക് സന്തോഷിക്കാൻ കാശ് പോരെ? അതിന് നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വാ. ഇപ്പൊ വിളിച്ചതേ നിന്റെ അളിയന്റെ കാര്യം പറയാനാ. അവിടെ എന്ത് ഉത്സവത്തിൽ നടന്നോ, ആർക്കൊക്കെ പൊരിഞ്ഞടിയിൽ പരിക്ക് പറ്റിയതൊക്കെ കേട്ടു. അതൊക്കെ നടക്കൂടാ. ലോക ചന്തകളല്ലേ നിന്റെ ഭാര്യ വീട്ടുകാര്. ആ സന്തോഷ വാർത്ത പറയും മേഡം. എടാ, രാജുവും ഋതികയും എന്നേക്കുമായി പിരിഞ്ഞു. ഋതിക സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി തരുകയും ചെയ്തു. ഇനി ഇവിടുന്നേ ഒരു മൊട്ടുസൂചി പോലും കിട്ടില്ലാന്ന് നീ അവനോട് പറഞ്ഞേക്ക്. അപ്പം ഞാൻ മനസ്സിൽ കണ്ടൊക്കെ ഗോപിയല്ലേ മേഡം? ഗോപിയല്ല, സോമനായി. വച്ചിട്ട് പോടാ. ദൈവമേ, സ്വപ്നം കണ്ട പലതും പട്ടി കൊണ്ടുപോവാണല്ലോ. എന്റെ ദൈവമേ, എത്ര കാലായിട്ടുള്ള എന്റെ പ്രാർത്ഥനയാ നീ നിറവേറ്റി തന്നത്. സൂര്യമംഗലത്ത് കിടന്ന് ആ അടുപ്പിലെ പുകയും ശ്വസിച്ച് പശുത്തൊഴുത്തിലെ ചാണകവും വാരി വിഷമിച്ചപ്പോ ഒരു പ്രാർത്ഥനയെ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു കാശുകാരിയായി മാറണം. നീ അത് നടത്തി തന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്റെ ഈശ്വര. അമ്മേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. എന്തെടുക്കുവാ? കണ്ടില്ല എന്തെടുക്കുവാന്ന്? ആ ആധാരം എന്നെ കൂടെ ഒന്ന് കാണിക്കോ? എന്ത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി ഇടപെടരുത്. എനിക്കത് ഇഷ്ടമല്ല. പോടി പുറത്ത്. നീ എന്നെ ശരിക്കും അറിഞ്ഞിട്ടില്ല അംബികെ. അറിയാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയേ, എടി പ്രിയേ, ഇങ്ങോട്ട് വന്നേ.
ഒരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. എന്താ ചേട്ടാ, എന്ത് പറ്റി? എടി പ്രിയെ, എല്ലാം കൈവിട്ടു പോയി. പ്രതീക്ഷകളെല്ലാം വടികുത്തി പിരിഞ്ഞു. സർവവും സ്വാഹ. എനിക്കൊന്നും മനസ്സിലായില്ല. ചേട്ടാ കാര്യം പറഞ്ഞേ. പ്രിയേ, ഋതുമോള് സ്വത്തുക്കളെല്ലാം ആ അംബികയുടെ പേര് എഴുതി കൊടുത്തു. മാത്രമല്ല, രാജിമോള് ഹൃദയം എന്നേക്കുമായി പിരിയാണെന്ന്. അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ യോജിക്കണമെന്ന് ഇവിടെ ആര് പറഞ്ഞു? അവളെ ഇനി എന്റെ ആങ്ങളയ്ക്ക് വേണ്ട. എടി, നീ എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്? എടി, അവളൊരു പൊന്മുട്ടയിടുന്ന താറാവല്ലായിരുന്നോ? എടി, അളിയൊരു കോടീശ്വരല്ലായിരുന്നോ? അതിന്ന് ഒരു 4-5 കോടി രൂപ സ്ത്രീധന തുകയും വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് മാറാതിരുന്നല്ലേ നമ്മളെ കരുതിയിരുന്നത്. ഇതിപ്പം അവര് തമ്മിൽ തെറ്റുകയും ചെയ്ത് ഋതുമോള് പ്രോപ്പർട്ടിയിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് കോടീശ്വരം എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അല്ലെങ്കിൽ അവളുടെ വീട്ടിലെ കാശുണ്ടൊന്നും നമുക്ക് കോടീശ്വരന്മാരാവണ്ട. പിന്നെ ഇങ്ങനെ നമ്മളെ വീടിന്റെ ബാക്കി പണി തീർക്കും. ഇലക്ഷന്റെ കാശ് കെട്ടിയെടുത്തോണ്ട് വാർക്ക വരെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തോ ചെയ്യും? വീടിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂള് പണിയണം എന്നല്ലായിരുന്നു അതിന്റെ ആശ. എനിക്ക് നീന്തി കുളിക്കണം. അതിന് അമ്പലക്കുളത്തിൽ പോകാൻ പറ്റുമോ? എടി, ഇവിടെ നിന്ന് ഇനി 10 രൂപ കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇവിടെ നിന്ന് നിന്റെ ഷെയർ തരാൻ പറയണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പണി നിർത്താൻ നമുക്കിടന്ന് മാറാം. ആ പെണ്ണു കൂടി പോയ സ്ഥിതിക്ക് ഈ വീടിപ്പോ ഒരു ദരിദ്ര വിലാസ ദയനീയ ഭവനം. അതിന് അവളുടെ ചെലവിലല്ലല്ലോ നമ്മൾ ആരും ജീവിച്ചേ. എന്നാലും കുറച്ച് കോടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നിനക്ക് കൊണ്ടായിരുന്നു. അപ്പം ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഷെയർ ചോദിക്കുക തന്നെ. ഒരു കാര്യം ചെയ്, ആ. ജയേട്ടൻ ഷെയർ ചോദിച്ചാ മതി. ഞാനാ? നിന്റെ അച്ഛൻ പിടിച്ചിട്ട് എന്നെ ഇടിക്കും. അതൊന്നും ഇല്ല. ഷെയർ തന്നില്ലെങ്കിൽ എന്നെയും കൊച്ചിനെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാ മതി. ഞാൻ ഇവരുടെ കൂടെ ഒട്ടി നിൽക്കാം. ആ, അതൊരിക്കലും ശരിയാവില്ല. അവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. അളിയാ, എല്ലാം കൈവിട്ട് കളഞ്ഞല്ലോ അളിയാ. എന്താ അളിയ വിവരമല്ലോ അറിഞ്ഞായിരുന്നോ? എന്ത് വിവരം? ഋതിക സ്വത്തുക്കളെല്ലാം ആ അമ്മയ്ക്ക് എഴുതി കൊടുത്തു. എന്ത് ബുദ്ധിമോശം അളിയെ കൊച്ചു കാണിച്ചത്? ഋതു അങ്ങനെ ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനളിയ? എനിക്ക് അവളുടെ പ്രോപ്പർട്ടി ഒന്നും വേണ്ട. അളിയന് വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാക്കി തരാനുള്ള നേരം എനിക്കില്ല. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഇവൾക്ക് ഇവളുടെ ഷെയർ കൊടുക്കണം. ഇവൾക്ക് അതൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വീട് പണി പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ. എനിക്ക് ഷെയർ കിട്ടണം. കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ എവളും കൊച്ചു കൂടെ നിൽക്കും. ആ